ഹായ് എവരിവൺ. നമ്മൾ ഒപ്റ്റിക്സ് ആൻഡ് റിഫ്രാക്ഷനിൽ 50 ക്വസ്റ്റ്യൻസ് ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് കേട്ടോ. പിന്നെ പറയാനുള്ളത്, ഇന്നലെ ഒരു ക്വസ്റ്റ്യനകത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അതായത് 45 ഡിഗ്രി ആയിരുന്നു കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുള്ളത്. അവിടെ ഓപ്ഷൻ കറക്റ്റായിട്ട് 45 ഡിഗ്രിക്ക് ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വരുമ്പോൾ അത് 180 ഡിഗ്രി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, അതൊരു കമൻറ്റ് ഒരാൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാതെ പോയവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ പിൻ ചെയ്ത കമൻറ്റ് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. A Snellen visual acuity of 20/20 is equivalent to which of the following log MAR values? Okay, 0.00 ആണ് വരിക. ഓക്കെ, 0.00 ആണ് ഇവിടെ കറക്റ്റായിട്ട് വരിക. സോ ലോഗ് MAR വാല്യൂ ഓഫ് 6/6 വിഷൻ ഈസ് 0.0, ബട്ട് ഡെസിമൽ വാല്യൂ ഓഫ് 6/6 വിഷൻ ഈസ് 1.0. അപ്പോൾ ലോഗ് വാല്യൂ ആണെങ്കിൽ 0.0 ആണ്, ഡെസിമൽ വാല്യൂ ആണ് ചോദിക്കുന്നതെങ്കിൽ 1.0 ആണ്, അല്ലെങ്കിൽ 1 ആണ്. ഓക്കെ, ആൻഡ് ലോഗ് MAR വാല്യൂ ഓഫ് 6/60 വിഷൻ ഈസ് ഓൾസോ 1.0. മാറിപ്പോയത് കേട്ടോ രണ്ടും തമ്മിൽ. റിഫ്രാക്റ്റീവ് പവർ ഓഫ് ആൻറ്റീരിയർ കോർണിയൽ സർഫസ് ഈസ്, റിഫ്രാക്റ്റീവ് പവർ ഓഫ് ആൻറ്റീരിയർ കോർണിയൽ സർഫസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 48 ഡയോപ്റ്റർ ആണ്. പവർ ഓഫ് കോർണിയ എത്രയാണ്? 43 ഡയോപ്റ്റർ ആണ്. പ്ലസ് 43 ഡയോപ്റ്റർ ആണ് പവർ ഓഫ് കോർണിയ. എന്നാൽ ആൻറ്റീരിയർ കോർണിയൽ സർഫസിൻ്റെ ആണെങ്കിൽ അത് പ്ലസ് 48 ഡയോപ്റ്റർ ആവും. ഇനി പോസ്റ്റീരിയർ കോർണിയൽ സർഫസ് ആണെങ്കിലോ, ഇത് ആൻറ്റീരിയർ കോർണിയൽ സർഫസ് ആണ് പറഞ്ഞത്, പോസ്റ്റീരിയർ കോർണിയൽ സർഫസ് ആകുമ്പോൾ -5 ഡയോപ്റ്റർ ആവും. ഓക്കെ, -5 ഡയോപ്റ്റർ ആവും. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? പ്ലസ് 43 ഡയോപ്റ്റർ കിട്ടും. അപ്പോൾ ടോട്ടൽ പവർ ചോദിക്കുകയാണെങ്കിൽ 43 ആണ്. ആൻറ്റീരിയർ സെപ്പറേറ്റ് ചോദിക്കുകയാണെങ്കിൽ 48 ആണ്. പോസ്റ്റീരിയർ ചോദിക്കുകയാണെങ്കിൽ -5 ആണ്. ഓക്കെ, far point of myopic eye is, far point of myopic eye is behind the retina, on the retina, in front of the retina, in front of the cornea. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരിക in front of the cornea. ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്നുകൂടി നോക്കി നോക്കാം. We know parallel rays of light focus in front of retina in myopic eye. എന്താണ്? We know parallel rays of light focus in front of the retina in myopic eye, but far point of myopic eye is a finite point in front of the cornea. That's why myopes see near without accommodation. Okay, that's why myopes see near without accommodation. Next, dynamic retinoscopy gives an objective refraction for near vision. എന്താണ്? near vision. So dynamic retinoscopy gives an objective refraction for near vision. Next, skiascopy. എന്താണ്? skiascopy is the another name for retinoscopy. skiascopy എന്തിൻ്റെ another name ആണ്? retinoscopyയുടെ ആണ്. ഓക്കെ, നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് റെഗുലർ അസ്റ്റിഗ്മാറ്റിസം ആർ. നമുക്കവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണ് റെഗുലർ അസ്റ്റിഗ്മാറ്റിസം എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ അസ്റ്റിഗ്മാറ്റിസം ഉണ്ട്, കോമ്പൗണ്ട് ഉണ്ട്, മിക്സ്ഡ് ഉണ്ട്. അപ്പോൾ റെഗുലർ അസ്റ്റിഗ്മാറ്റിസത്തിൽ ഏതൊക്കെ വരും? 1 and 2 കൊടുത്തിട്ടുണ്ട്, ഓൺലി 3 കൊടുത്തിട്ടുണ്ട്, നൺ ഓഫ് ദം കൊടുത്തിട്ടുണ്ട്, ഓൾ ദ എബോവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെഗുലർ അസ്റ്റിഗ്മാറ്റിസം ഏതൊക്കെയാണ്? സിമ്പിൾ അസ്റ്റിഗ്മാറ്റിസം വരും, കോമ്പൗണ്ട് വരും, മിക്സ്ഡ് വരും. ഓക്കെ, സോ ഓൾ ദ എബോവ് ആണ് ഇവിടെ കറക്റ്റായിട്ട് വരിക. 1 millimeter increase or decrease in radius of curvature is equivalent to how many diopters? അതായത് 1 millimeter ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ്, റേഡിയസ് ഓഫ് കർവേച്ചറിൽ 1 millimeter ഇൻക്രീസോ ഡിക്രീസോ ഉണ്ടായാൽ അത് എത്ര ഡയോപ്റ്റേഴ്സിന് ഇക്വാലൻ്റ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. 6 ഡയോപ്റ്റർ ആണ് കേട്ടോ, 6 ഡയോപ്റ്റർ. 1 millimeter ചേഞ്ച് ഇൻ ആക്സിയൽ ലെങ്ത് മേക്സ് 3 ഡയോപ്റ്റർ. ആക്സിയൽ ലെങ്ത്തിലുള്ള 1 millimeter ചേഞ്ച് ആണെങ്കിൽ അത് 3 ഡയോപ്റ്റർ ആയിരിക്കും ഉണ്ടാക്കുക. നെക്സ്റ്റ്, ഫിസിയോളജിക്കൽ ടോൺ ഓഫ് സിലിയറി മസിൽ ഈസ്, ഫിസിയോളജിക്കൽ ടോൺ ഓഫ് സിലിയറി മസിൽ ഈസ് +1 ഡയോപ്റ്റർ. ഓക്കെ, +1 ഡയോപ്റ്റർ. ടൈപ്സ് ഓഫ് മാനിഫെസ്റ്റ് ഹൈപ്പർമെട്രോപ്പിയ നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലേ. അബ്സല്യൂട്ട് ഹൈപ്പർമെട്രോപ്പിയ, മാനിഫെസ്റ്റ് ഒക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനകത്ത് ഏതൊക്കെയാണ് മാനിഫെസ്റ്റ് ഹൈപ്പർമെട്രോപ്പിയൊക്കെ അകത്ത് വരുന്നത്? ടോട്ടൽ വരില്ല, ഫാക്കൽറ്റീവ് വരും, അബ്സല്യൂട്ട് വരും, അതുപോലെ തന്നെ ലേറ്റൻ്റ് വരില്ല. നമ്മൾ ഇന്നലെ പറഞ്ഞതായിരുന്നു മാനിഫെസ്റ്റും ലാറ്റൻ്റ് വരുന്നല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് വരിക ഫാക്കൽറ്റേറ്റീവും അതുപോലെ തന്നെ അബ്സല്യൂട്ട് ഹൈപ്പർമെട്രോപ്പിയാണ്.
ചെറിയ എന്താണ് നമുക്ക് ഹൈപ്പർമെട്രോപ്പിയനെ കുറിച്ചിട്ട് ക്ലിയർ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈപ്പർമെട്രോപ്പിയൻ്റെയും ഒരു ഡെഫിനിഷൻ ഒരു നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം കേട്ടോ. സോ ഹൈപ്പർമെട്രോപ്പിയൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹൈപ്പർമെട്രോപ്പിയ ക്ലാസിഫിക്കേഷൻ ബൈ ദ ആക്ഷൻ ഓഫ് അക്കോമഡേഷൻ. ഓക്കെ, അക്കോമഡേഷൻ, ആക്ഷൻ ഓഫ് അക്കോമഡേഷൻ്റെ ബേസിസിലുള്ള നമ്മുടെ ഹൈപ്പർമെട്രോപ്പിയൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അതിനകത്ത് ടോട്ടൽ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുമ്പോൾ എന്താണ് ടോട്ടൽ ഹൈപ്പർമെട്രോപ്പിയ? ഈ ടോട്ടൽ ഹൈപ്പർമെട്രോപ്പിയനെയാണ് നമ്മൾ ലാറ്റൻറ്റും മാനിഫെസ്റ്റും ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുള്ളത്. അപ്പോൾ ആദ്യം ടോട്ടൽ ഹൈപ്പർമെട്രോപ്പിയ എന്താണെന്ന് നോക്കാം. It can be found out by abolishing the tone of ciliary muscle by cycloplegics like atropine. It can be found out by abolishing the tone of ciliary muscle by cycloplegics like atropine. അപ്പോൾ അവിടെ ടോട്ടൽ ഹൈപ്പർമെട്രോപ്പിയനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒന്നാണ് ലാറ്റൻറ്റ് ഹൈപ്പർമെട്രോപ്പിയ, പിന്നെ ഒന്നാണ് മാനിഫെസ്റ്റ് ഹൈപ്പർമെട്രോപ്പിയ. ലാറ്റൻറ്റ് ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുമ്പോൾ എമൗണ്ട് ഓഫ് ഹൈപ്പർമെട്രോപ്പിയ വിച്ച് ഈസ് കറക്റ്റഡ് നോർമലി ബൈ ദ നോർമൽ ടോൺ ഓഫ് സിലിയറി മസിൽ. എന്താണ് ലാറ്റൻറ്റ് ഹൈപ്പർമെട്രോപ്പിയക്കകത്ത് കറക്ഷൻ വിച്ച് ഈസ് കറക്റ്റഡ് നോർമലി ബൈ ദ നോർമൽ ടോൺ ഓഫ് സിലിയറി മസിൽ, അതാണ് ലാറ്റൻറ്റ് ഹൈപ്പർമെട്രോപ്പിയ. ഇനി മാനിഫെസ്റ്റ് ആണെങ്കിലോ, മാനിഫെസ്റ്റിനകത്തും രണ്ടെണ്ണം ഉണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഫാക്കൽറ്റേറ്റീവും അബ്സല്യൂട്ടും, അങ്ങനെ രണ്ടെണ്ണം ഇതിനകത്ത് വരുന്നുണ്ട്, മാനിഫെസ്റ്റിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഫാക്കൽറ്റേറ്റീവ് ഹൈപ്പർമെട്രോപ്പിയനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വിച്ച് ക്യാൻ ബി കറക്റ്റഡ് ബൈ ദ എഫേർട്ട് ഓഫ് അക്കോമഡേഷൻ. ഇവിടെ എങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നുള്ളത്? ബൈ ദ എഫേർട്ട് ഓഫ് അക്കോമഡേഷൻ ആണ്. ഇനി അബ്സല്യൂട്ട് ഹൈപ്പർമെട്രോപ്പി ആണെങ്കിലോ വിച്ച് കനോട്ട് ബി ഓവർകം ബൈ ദ എഫേർട്ട് ഓഫ് അക്കോമഡേഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ ടോട്ടൽ ഹൈപ്പർമെട്രോപ്പി ഉണ്ട്, അതിനകത്ത് തന്നെ രണ്ടെണ്ണം വരും, ലാറ്റൻറ്റും മാനിഫെസ്റ്റും. ലാറ്റൻറ്റ് എന്താണ് നമ്മൾ നോക്കി, മാനിഫെസ്റ്റിനകത്ത് രണ്ടെണ്ണം വരും, ഫാക്കൽറ്റേറ്റീവും അബ്സല്യൂട്ടും. ഇതിങ്ങനെ എന്താണെന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയില്ല, നമ്മൾ ഇന്നലെയും ഇന്നും കണ്ടില്ലേ, അതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും വരിക. അപ്പോൾ ഏതിൻ്റെ അണ്ടറിലാണ് ഏതൊക്കെ വരുന്നതെന്ന് മാത്രം ഒന്ന് ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കാം. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ഹൈപ്പർമെട്രോപ്പിയൻ്റെ. നെക്സ്റ്റ്, ക്ലിനിക്കൽ ടെസ്റ്റ് ടു ഫൈൻഡ് ഔട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാനിഫെസ്റ്റ് ഹൈപ്പർമെട്രോപ്പിയ. നമ്മുടെ മാനിഫെസ്റ്റിനകത്ത് തന്നെ ഫാക്കൽറ്റേറ്റീവും അബ്സല്യൂട്ടും ഉണ്ടല്ലോ, അതിനകത്ത് നമ്മൾ ഏതൊക്കെ ക്ലിനിക്കൽ ടെസ്റ്റാണ് നോക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മാനിഫെസ്റ്റ് ഹൈപ്പർമെട്രോപ്പി ആണെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് കോൺവെക്സ് ലെൻസ് with which the patient can still maintain full distance vision 6/6 indicates manifest hypermetropia. എന്താണ്? സ്ട്രോങ്ങസ്റ്റ് കോൺവെക്സ് ലെൻസ് വിച്ച് ദ പേഷ്യൻറ്റ് ക്യാൻ സ്റ്റിൽ മെയിൻറ്റെയിൻ ഫുൾ ഡിസ്റ്റൻസ് വിഷൻ 6/6. അതാണ് അങ്ങനെ ഉണ്ടെങ്കിലാണ് നമ്മൾ എന്താണ് ഹൈപ്പർമെട്രോപ്പിയ മാനിഫെസ്റ്റ് ഹൈപ്പർമെട്രോപ്പിയ ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇനി അബ്സല്യൂട്ട് ഹൈപ്പർമെട്രോപ്പിയ ആണെങ്കിലോ ഇവിടെ നമ്മുടെ പേഷ്യൻറ്റിന് cannot see 6/6 without a lens then the weakest convex lens that will allow him to read this line indicates absolute hypermetropia. ഇനി ഫാക്കൽറ്റേറ്റീവ് ഹൈപ്പർമെട്രോപ്പി ആണെങ്കിലോ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുക? മാനിഫെസ്റ്റ് ഹൈപ്പർമെട്രോപ്പിയ മൈനസ് അബ്സല്യൂട്ട് ഹൈപ്പർമെട്രോപ്പിയ ആണ് ഫാക്കൽറ്റേറ്റീവ് ഹൈപ്പർമെട്രോപ്പിയ. എന്താണ്? മാനിഫെസ്റ്റ് മൈനസ് അബ്സല്യൂട്ട്. നമുക്കറിയാം മാനിഫെസ്റ്റിനകത്ത് വരുന്നതാണ് അബ്സല്യൂട്ടും ഫാക്കൽറ്റേറ്റീവും. അതിനകത്തുനിന്ന് നമ്മൾ ഫാക്കൽറ്റേറ്റീവിന് മാത്രം എടുക്കുകയാണെങ്കിൽ മാനിഫെസ്റ്റ് മൈനസ് അബ്സല്യൂട്ട് ആയിരിക്കും. ഇനി ടോട്ടൽ ഹൈപ്പർമെട്രോപ്പിയ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, സൈക്ലോപ്ലെജിക്സ് ലൈക്ക് അട്രോപ്പിൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളതിനെ അബോളിഷ് ചെയ്യുന്നുള്ളത്. ഓക്കെ ആണല്ലോ? ഈ ടോട്ടൽ ഹൈപ്പർമെട്രോപ്പി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലാറ്റൻറ്റ് പ്ലസ് മാനിഫെസ്റ്റ് അല്ലേ. ടോട്ടൽ ഹൈപ്പർമെട്രോപ്പി രണ്ട് ടൈപ്പാണ് ഉള്ളത്, ലാറ്റൻറ്റും മാനിഫെസ്റ്റും. ഇതിനകത്ത് മാനിഫെസ്റ്റിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫാക്കൽറ്റേറ്റീവും അബ്സല്യൂട്ടും ആഡ് ചെയ്തിട്ട്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ്, ന്യൂ ബോൺ ഐ ഈസ് നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലേ, ഐ അറ്റ് ബർത്ത് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായിരിക്കും? ഹൈപ്പർമെട്രോപ്പിക് ആയിരിക്കും. വിഷ്വൽ ഫീൽഡ് ഈസ് ലാർജസ്റ്റ് ഫോർ വിച്ച് കളർ? വൈറ്റ് കളർ. ഓക്കെ, വൈറ്റ് കളർ. ഇനി സ്മോളസ്റ്റ് ഫോർ വിച്ച് കളർ? ഗ്രീൻ കളർ. അപ്പോൾ ലാർജസ്റ്റ് വിഷ്വൽ ഫീൽഡ് ലാർജസ്റ്റ് വൈറ്റിനും സ്മോളസ്റ്റ് ഗ്രീനിനും ആയിരിക്കും. ഓക്കെ ആണല്ലോ? How much angle should each letter subtend at the nodal point of the eye at the given test in the Snellen's chart? How much angle should each letter subtend at the nodal point of the eye at the given distance in the Snellen's chart? ഇവിടെ കറക്റ്റ് വരിക 5 minutes ആണ് കേട്ടോ, 5 minutes ആണ്. ഇനി ഇമേജ് മാഗ്നിഫിക്കേഷൻ ഇൻ ഡയറക്റ്റ് ഒഫ്താൽമോസ്കോപ്പി എത്ര ടൈംസ് ആണ്? ഡയറക്റ്റ് ഒഫ്താൽമോസ്കോപ്പിക്കകത്ത് 15 times ആണ് ഇമേജ് മാഗ്നിഫൈ ചെയ്യുക. ഇൻ ഡയറക്റ്റ് ഒഫ്താൽമോസ്കോപ്പി ദ ഇമേജ് ഇൻ എ മയോപിക് ഐ ഈസ്
ഇമേജ് ഇൻ മയോപ്പിക് ഐ ഈസ് ബിഗ്ഗർ ആയിരിക്കും. ഇൻ മയോപ്പിയ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നോഡൽ പോയിൻ്റ് ആൻഡ് റെറ്റിന ഇൻക്രീസസ്. എന്താണ് മയോപ്പിയനകത്ത് നോഡൽ പോയിൻറ്റും റെറ്റിനയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇമേജ് എന്ത് ചെയ്യും, ബിഗ്ഗർ ആയിട്ട് വരും. ഓക്കെ ആണല്ലോ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ട്രൂ, ഓക്കെ, ഈസ് ട്രൂ റിഗാർഡിംഗ് ദ ഇമേജ് ഫോംഡ് ബൈ എ പ്രിസം. ഒരു പ്രിസത്തിൽ ഫോം ചെയ്യുന്നുള്ള ഇമേജ് വെച്ചിട്ട് ഏതാണ് ട്രൂ എന്നാണ്. ഇറ്റ് ഈസ് വിർച്വൽ ആൻഡ് ഡിസ്പ്ലേസ് ടുവേർഡ് ദ അപ്പെക്സ്. എന്നാണ് വിർച്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഡിസ്പ്ലേസ്ഡ് ടുവേർഡ്സ് ദ അപ്പെക്സ്. ഇതാണ് കറക്റ്റായിട്ട് വരിക. അപ്പോൾ നമ്മളതിൻ്റെ കറക്റ്റ് ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ ഇമേജ് ഫോംഡ് ബൈ എ പ്രിസം ഈസ് വിറക്റ്റ് ആയിരിക്കും, വിർച്വൽ ആയിരിക്കും, അതുപോലെ തന്നെ ഡിസ്പ്ലേസ് ടുവേർഡ്സ് ദ അപ്പെക്സ് ഓഫ് ദ പ്രിസം. Please note, if asked the direction of deviated rays, it is towards the base. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്, ഇമേജ് ഫോംഡ് ബൈ ദ പ്രിസം ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇറക്റ്റാണ്, വിർച്വലാണ്, അതുപോലെ തന്നെ എന്താണ് ഡിസ്പ്ലേസ്ഡ് ടുവേർഡ്സ് ദ അപ്പെക്സ് ആണെന്ന് പറയാം. ഇനി ഡയറക്ഷൻ ഓഫ് ദ ഡീവിയേറ്റഡ് റേസ് ആണ് ഒരു പ്രീസത്തിനകത്ത് അതിൻ്റെ റേസിൻ്റെ ഡീവിയേഷൻ്റെ ഡയറക്ഷനാണ് ചോദിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് ടുവേർഡ്സ് ദ ബേസ് ആയിരിക്കും. എ ഗ്ലാസ് പ്രിസം of 20 prism diopters deviates an incident ray of light through എന്താണ് ചോദ്യം, എ ഗ്ലാസ് പ്രിസം ഓഫ് 20 prism diopters deviates an incident ray light through 10 degrees ആണ് കറക്റ്റായിട്ട് വരിക. ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 കൂടി കൊടുത്തിട്ടുണ്ട്. സോ ഫോർ എ ഗ്ലാസ് പ്രിസം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5, ഒരു ഗ്ലാസ് പ്രിസത്തിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണെങ്കിൽ ആംഗിൾ ഡീവിയേഷൻ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, റിഫ്രാക്റ്റീവ് ആംഗിൾ ഡിവൈഡഡ് ബൈ 2 ആണ്. സോ therefore one prism diopter power produces an angle of deviation of 0.5 degrees and a 20 diopter powered prism deviates the light through 10 degrees. ഇവിടെ 20 prism diopter ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് 10 degrees ആയിരിക്കും. For a convex lens, placing an object inside the first principal focus results an image that is enlarged, erect and virtual ആയിരിക്കും കേട്ടോ. enlarged, virtual and erect ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കോൺവെക്സ് ലെൻസ് അതുപോലെ തന്നെ കോൺകേവ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷനൊക്കെ ഉണ്ടല്ലോ, അത് കൃത്യമായിട്ടൊന്ന് നോക്കി വെക്കുക കേട്ടോ. കോൺവെക്സ് ലെൻസും മിററും അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്, പ്ലേസിങ് ആൻ ഒബ്ജക്റ്റ് ഇൻസൈഡ് ദ ഫസ്റ്റ് പ്രിൻസിപ്പൽ ഫോക്കസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഫോക്കസിൽ വെച്ചാൽ എവിടെ വരും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ കണ്ടീഷൻസും ഒന്ന് നിങ്ങൾ പഠിച്ചു നോക്കണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് കണ്ടിട്ടില്ല, അതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ 1 മാർക്ക് ഇതിന് വേണ്ടി ഉണ്ടായിരുന്നു. If a 10 diopter concave lens is decentered by 2 cm temporarily, this will result in a എന്താണ് ഒരു 10 diopter concave lens നമ്മൾ ഡീസെൻറ്റർ ചെയ്യാണ് by 2 cm ആണ്. by 2 cm temporarily, this will result in a 20 prism diopter base in prism. ഓക്കെ, ബേസ് ഇൻ പ്രിസം ആണ് 20 prism diopter ആയിരിക്കും. ഓക്കെ, സോ പ്രിസ്മാറ്റിക് പവർ എന്ന് പറയുന്നത് ലെൻസ് പവർ ഇൻറ്റു ഡീസെൻട്രേഷൻ ആണ്. ഇവിടെ ലെൻസ് പവർ 10 ഡയോപ്റ്ററും ഡീസെൻട്രേഷൻ എത്രയായിരുന്നു, സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്ററും ആയിരുന്നു. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 20 prism കിട്ടും. ഇൻ കോൺവെക്സ് ലെൻസ് prism base is in the same direction as the movement of the lens, and in concave base will be opposite to the direction of decentralization. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. Which color of light deviates maximum in the dispersion of white lay by prism? ഏറ്റവും കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുന്നത് ഏതാണെന്നാണ് നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലേ, വിബ്ജിയോർ എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ വയലറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഡിസ്പേർഷൻ നടക്കുക, ഏറ്റവും കുറവുണ്ടാവുക റെഡിനായിരിക്കും കേട്ടോ. പ്ലീസ് നോട്ട്, വേവ് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡേവിയേഷൻ. റെഡ് ലൈറ്റ് ഹാസ് ലോങ്ങർ വേവ് ലെങ്ത് ആൻഡ് ദസ് ലേസ്റ്റ് ഡീവിയേറ്റഡ്. അപ്പോൾ ഡീവിയേഷൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മളെന്ത് പറഞ്ഞാൽ വേവ് ലെങ്ത്തിൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ റെഡിന് വേവ് ലെങ്ത്ത് കൂടുതലായതുകൊണ്ട് എന്താണ് ഡീവിയേഷൻ കുറവായിരിക്കും. വയലറ്റിന് വേവ് ലെങ്ത്ത് കുറവായതുകൊണ്ട് ഡീവിയേഷൻ കൂടുതലായിരിക്കും. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. അപ്പോൾ ഒന്ന് മാത്രം പഠിച്ചു വെക്കുക. ഇപ്പോൾ വേവ് ലെങ്ത്തിൻ്റെ കാര്യമാണ് നിങ്ങൾ പഠിച്ചു വെക്കുന്നതെങ്കിൽ റെഡിനാണ് വേവ് ലെങ്ത്ത് കൂടുതൽ, വയലറ്റിന് വേവ് ലെങ്ത്ത് കുറവാണ്. അങ്ങനെയാണെങ്കിൽ കുറവുള്ളതിന് ഡീവിയേഷൻ കൂടുതലും കൂടുതലുള്ളതിന് ഡീവിയേഷൻ കുറവായിരിക്കും. പഠിച്ചു വെക്കുക കേട്ടോ. The image of an object formed by reflection at a plane surface is not എന്നാണ് ക്വസ്റ്റ്യൻ.
ഇറക്റ്റ് ആയിരിക്കും, വിർച്വൽ ആയിരിക്കും, റിയൽ ആയിരിക്കും. ഇറക്റ്റും വിർച്വൽ എന്ന് പറഞ്ഞു, അപ്പോൾ റിയൽ ആയിരിക്കില്ല. ലാറ്ററലി ഇൻവേർട്ടഡും ആയിരിക്കും. അപ്പോൾ ഇമേജ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഫോംഡ് ബൈ റിഫ്ലക്ഷൻ അറ്റ് എ പ്ലെയിൻ സർഫസ് ആണ് ഇവിടെ. ഞാൻ പറഞ്ഞല്ലോ എല്ലാ കണ്ടീഷനും കോൺകേവ് ലെൻസിൻ്റെയും കോൺവെക്സ് ലെൻസിൻ്റെയും അതിൻ്റെ കൂടെ തന്നെ പ്ലെയിൻ സർഫസിൻ്റെയും പഠിച്ചു നോക്കാം കേട്ടോ. The catoptric image formed from which of the following is inverted? Catoptric image formed from which of the following is inverted? ഏതാണ് ഇൻവേർട്ടഡ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ പോസ്റ്റീരിയർ ലെൻസ് സർഫസ് ആണ് കറക്റ്റായിട്ട് വരിക. എന്താണ് പോസ്റ്റീരിയർ ലെൻസ് സർഫസ്. കാറ്റോപ്ട്രിക് ഇമേജ് എന്ന് വെച്ചാൽ എന്താണ്? ഇമേജസ് ഫോംഡ് ഫ്രം ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് ദ ഐനെയാണ് നമ്മൾ കാറ്റോപ്ട്രിക് ഇമേജസ് എന്ന് പറയാം. എന്താണ്? ഇമേജസ് ഫോംഡ് ഫ്രം ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് ദ ഐ, അതിനെയാണ് നമ്മൾ കാറ്റോപ്ട്രിക് ഇമേജ് എന്ന് പറയാം. ഈ ഇങ്ങനെ എന്താണ് നമ്മുടെ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് ദ ഐ എന്ന് പറയുമ്പോൾ ആൻറ്റീരിയർ സർഫസ് ഉണ്ട്, പോസ്റ്റീരിയർ ഉണ്ട്, കോർണിയൽ സർഫസ് ഉണ്ട്, അതുപോലെ തന്നെ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ലെൻസ് സർഫസ് ഉണ്ട്. ഇതൊക്കെ എന്തിൽ വരും? ഈ കാറ്റോപ്ട്രിക് ഇമേജസ് ഫോം ചെയ്യുന്നതിൽ വരും. അതിനകത്ത് നമ്മൾ പറഞ്ഞ ആൻറ്റീരിയർ കോർണിയൽ സർഫസും പോസ്റ്റീരിയർ കോർണിയൽ സർഫസും ആൻറ്റീരിയർ ലെൻസ് സർഫസിലും ഉണ്ടാവുന്ന ഇമേജ് എന്ന് പറയുന്നത് ഇറക്റ്റും വിർച്വലും ആയിരിക്കും. ഇമേജ് 4 ആണെങ്കിൽ നമ്മൾ പറഞ്ഞ പോസ്റ്റീരിയർ ലെൻസ് സർഫസിലാണെങ്കിൽ എന്താണ്? റിയലും ഇൻവേർട്ടഡും ആയിരിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, റൂബി ലെൻസ് യൂസ്ഡ് ഫോർ ഒപ്താൽമോസ്കോപ്പി ഈസ് എ കോൺകേവ് ലെൻസ് ആണ്. ഇറ്റ് ഈസ് എ പ്ലാനോ കോൺകേവ് ലെൻസ് വിത്ത് ഡയോപ്റ്റിക് പവർ ഓഫ് -58.6 diopter. -58.6 diopter. Next, total internal reflection occurs if the incident ray strikes the interface of media at എന്താണ്? ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ഒക്കർ ചെയ്യണമെങ്കിൽ ഇൻസിഡൻറ്റ് റേ സ്ട്രൈക്സ് അറ്റ് ദ ഇൻ്റർഫേസ് ഓഫ് മീഡിയ അറ്റ് എവിടെ പോയി സ്ട്രൈക്ക് ചെയ്യണം? ആൻ ആംഗിൾ ഗ്രേറ്റർ ദാൻ ദ ക്രിട്ടിക്കൽ ആംഗിൾ. ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലുള്ള ഒരു ആംഗിളിൽ പോയിട്ട് അതവിടെ സ്ട്രൈക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. An object located between the center of curvature and the principal focus of a concave mirror is എന്താണ്? An object located between the center of curvature and the principal focus of a concave mirror is റിയൽ ആയിരിക്കും. എന്താണ്? റിയൽ ആയിരിക്കും. ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ. ഞാൻ പറഞ്ഞു എല്ലാ കണ്ടീഷനും നിങ്ങൾ പഠിച്ചു നോക്കണമെന്ന്. അപ്പോൾ കോൺകേവ് മിറർ ആണെങ്കിൽ അവിടെ ഇമേജ് റിയൽ ആയിരിക്കും, എൻലാർജ്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ആയിരിക്കും. റിയൽ ആയിരിക്കും, എൻലാർജ്ഡ് ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും. ആൻഡ് ലൈസ് ഔട്ട്സൈഡ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഓക്കെ. If undilated retinoscopy is done at a distance of 1/2 meter, distance correction needed is. അപ്പോൾ അൺഡൈലേറ്റഡ് റെറ്റിനോസ്കോപ്പീൻ്റെ കേസാണ്. അത് എത്ര ഡിസ്റ്റൻസ്? 1/2 മീറ്റർ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് കറക്ഷൻ എത്രയായിരിക്കും വേണ്ടി വരിക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെച്ച് ചെയ്യുകയാണെങ്കിൽ ആൻസർ 2 diopter ആയിട്ട് കിട്ടും. എന്താണ്? 2 diopter ആയിട്ട് കിട്ടും. ഓക്കെ. അൺഡൈലേറ്റഡ് റെറ്റിനോസ്കോപ്പി നമ്മൾ ഡിസ്റ്റൻസ് ഇവിടെ വർക്കിംഗ് ഡിസ്റ്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ ഇവിടെ ഡയറക്റ്റ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആൻസർ നമുക്ക് 2 diopter ആയിട്ട് കിട്ടും. ഇൻ സൈക്ലോപ്ലജിക് റെറ്റിനോസ്കോപ്പി യൂസിങ് 1% atropine, the amount of diopters deducted to compensate ciliary muscle tone is 1 diopter. ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതല്ലേ? എല്ലാ 3 സൈക്ലോപ്ലജിക് കാര്യങ്ങൾ നമ്മൾ അട്രോപ്പിൻ, ഹോമട്രോപ്പിൻ, അതുപോലെ തന്നെ ഒരാളുടെ കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? 1 diopter. അങ്ങനെ ഓരോന്നിൻ്റെയും പവർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കി നോക്കണേ. ഇൻ പേഷ്യൻ്റ് വിത്ത് ഡൈലേറ്റഡ് പ്യൂപ്പിൾസ് ഇഫ് സെൻട്രൽ ആൻഡ് പെരിഫറൽ ഷാഡോ, ഇത് നമ്മൾ പറഞ്ഞതാണ്, മൂവ്മെൻറ്റ്സ് ആർ ഡിഫറെൻറ്റ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ന്യൂട്രലൈസ് സെൻട്രൽ ഷാഡോ. ഇത് നമ്മൾ പറഞ്ഞല്ലേ. ഡാഷ് ഈസ് ഓൾസോ നോൺ ആസ് ഡ്രൈ റെറ്റിനോസ്കോപ്പി, സൈക്ലോപ്ലജിക് റെറ്റിനോസ്കോപ്പി, നോൺ പ്ലജിക് റെറ്റിനോസ്കോപ്പി, ഡൈനാമിക് റെറ്റിനോസ്കോപ്പി, ഓട്ടോ റിഫ്രാക്ടോമെട്രി. ഇവിടെ കറക്റ്റ് വരിക നോൺ സൈക്ലോപ്ലജിക് റെറ്റിനോസ്കോപ്പിയാണ് ഡ്രൈ റെറ്റിനോസ്കോപ്പി എന്ന് നമ്മൾ അറിയപ്പെടുന്നത്. ഇൻ റെറ്റിനോസ്കോപ്പി യൂസ് ഓഫ് സൈക്ലോപ്ലജിക് ഡ്രഗ്സ് ആർ contraindicated in patients with primary angle closure glaucoma.
The refractive condition where one point of focus falls on the retina and other point of focus falls in front of the retina, അതിനെയാണ് നമ്മൾ സിമ്പിൾ മയോപിക് അസ്റ്റിഗ്മാറ്റിസം എന്ന് പറയാം. എന്താണ്? ഒരു പോയിന്റ് വേർ വൺ പോയിന്റ് ഓഫ് ദ ഫോക്കസ് ഫാൾസ് ഓൺ ദ റെറ്റിന ആൻഡ് ദ അതർ പോയിന്റ് ഓഫ് ഫോക്കസ് ഫാൾസ് ഫ്രണ്ട് ഓഫ് ദ റെറ്റിന. ഒന്ന് ഓൺ ദ റെറ്റിനയും ഒന്ന് ഫ്രണ്ട് ഓഫ് ദ റെറ്റിനയും വരുമ്പോൾ സിമ്പിൾ മയോപിക് അസ്റ്റിഗ്മാറ്റിസം ആണ്. A refractive condition in which rays of light come to two focal points is correctable with cylindrical lens ആണല്ലേ, cylindrical lens. Which of the following is the best term that implies perfect vision? Perfect vision ഏതാണ്? എമ്മെട്രോപ്പി ആണ്. എമ്മെട്രോപ്പി ആണ്. റെറ്റിനോസ്കോപ്പി ഈസ് എന്താണ്? റെറ്റിനോസ്കോപ്പി എല്ലാ ഓപ്ഷനും ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. വിഷ്വലൈസേഷൻ ഓഫ് റെറ്റിന എലോൺ, visualization of retina and all the posterior segment contents, objective measurement of the refractive error of patient, subjective measurement of the refractive error of the patient. Correct vara objective measurement of the refractive error of patient aanu ട്ടോ. What is the most common refractive error of the human eye? Astigmatism ഇന്നലെ പറഞ്ഞിരുന്നു. Javel's rule is used to estimate which type of refractive error. ജാവൽസ് റൂൾ യൂസ് ചെയ്യുന്നുള്ളത് ഏത് ടൈപ്പ് ഓഫ് റിഫ്രാക്റ്റീവ് എററിലാണ്? അസ്റ്റിഗ്മാറ്റിസത്തിലാണ്. ഓക്കെ, അസ്റ്റിഗ്മാറ്റിസം ഇതവിടെ ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ആവശ്യക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. ടെമ്പറൽ ക്രസൻറ്റ് ഈസ് സീൻ ടിപ്പിക്കലി ഇൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. ടെമ്പറൽ ക്രസൻറ്റ് ഈസ് സീൻ ഇൻ ടിപ്പിക്കലി ഇൻ മയോപ്പിയ. ടെമ്പറൽ ക്രസൻറ്റ് ഈസ് സീൻ typically in myopia ആണ് കേട്ടോ. ഒപ്റ്റിക്കൽ കണ്ടീഷൻ ഓഫ് ദ ഐ ഇൻ വിച്ച് റിഫ്രാക്ഷൻ ഓഫ് ദ ടു ഐ ഡിഫേഴ്സ് അനൈസോമെട്രോപ്പിയ. ഇന്നലെ നമ്മൾ പറഞ്ഞു അനൈസോകോറിയ എന്താണ്, അനൈസോമെട്രോപ്പിയ എന്താണ്, എല്ലാ കാര്യങ്ങളും ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് ഇസ് ദ ഷോർട്ടസ്റ്റ് ആക്ടിങ് മൈഡ്രിയാക്റ്റിക്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഷോർട്ടസ്റ്റ് ആക്ടിങ് മൈഡ്രിയാറ്റിക് എന്നാണ് ക്വസ്റ്റ്യൻ. ട്രോപ്പിക്കമൈഡ് ഉണ്ട്, ഹോമട്രോപ്പിൻ ഉണ്ട്, സൈക്ലോപെൻഡലേറ്റ് ഉണ്ട്, അട്രോപ്പിൻ ഉണ്ട്. ഇവിടെ കറക്റ്റ് വരിക ട്രോപ്പിക്കമൈഡ് ആണ് കേട്ടോ. പീപ്പിൾ വിത്ത് വിച്ച് ടൈപ്പ് റിഫ്രാക്റ്റീവ് എറർ ആർ അറ്റ് ഹൈ റിസ്ക് ഫോർ PACG? ഏതാണ്? ഹൈപ്പർമെട്രോപ്പിയാണ്. ഹൈപ്പർമെട്രോപ്പിക് റിഫ്രാക്റ്റീവ് എററുള്ള ആൾക്കാരായിരിക്കും എന്താണ് ഹൈ റിസ്ക് ഫോർ PACG. നെക്സ്റ്റ്, പ്ലാസിഡോസ് ഡിസ്ക് മേ ബി യൂസ്ഡ് ഇൻ ഓൾ എക്സെപ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് റെഗുലർ അസ്റ്റിഗ്മാറ്റിസത്തിൽ യൂസ് ചെയ്യും, കെരാട്ടോകോണസിൽ യൂസ് ചെയ്യും, കോർണിയൽ അബറേഷൻസിലും യൂസ് ചെയ്യും. എവിടെ യൂസ് ചെയ്യില്ല? കെരാട്ടോമെട്രിയിൽ യൂസ് ചെയ്യില്ല. ഇനി റെഗുലർ കോർണിയൽ അസ്റ്റിഗ്മാറ്റിസത്തിൻ്റെ കേസിൽ ദ സർക്കിൾ വിൽ ബി സീൻ ആസ് ഓവൽ. സർക്കിൾ എന്തായിട്ട് കാണപ്പെടും? ഓവലായിട്ട് കാണപ്പെടും. ഇൻ കെരാട്ടോകോണസ് ദ കോൺസെൻട്രിക് സർക്കിൾസ് ആർ സീൻ ഡിസ്റ്റോർട്ടഡ്. Placidos disc is also used to differentiate corneal opacity from aberrations. അപ്പോൾ ഏതിൽ യൂസ് ചെയ്യുന്നില്ല? കെരാട്ടോമെട്രിയിൽ യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, ഇത് അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. ഓർഡിനറി പ്ലാസിഡോസ് ഡിസ്ക് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ കെരാട്ടോമെട്രി ബട്ട് മോഡേൺ പ്ലാസിഡോ ഡിസ്ക് ഈസ് ബേസ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസസ് Schimflug technology for corneal topography. The Galilei dual Schimflug analyzer used for corneal topography is a non-contact instrument composed of a Placido disc topographer and a dual rotating Schimflug camera. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ, വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നില്ല. നെക്സ്റ്റ്, ദ ടോട്ടൽ റിഫ്രാക്റ്റീവ് പവർ ഓഫ് ദ അഫാക്കിക് ഐ ഈസ് എന്താണ്? അഫാക്കിക് ഐൻ്റെ ടോട്ടൽ റിഫ്രാക്റ്റീവ് പവർ ആണ് 43 ഡയോപ്റ്റർ ആണ്. ഇൻ ആൻ അഫാക്കിക് ഐ ദ ഓൺലി റിഫ്രാക്റ്റീവ് സർഫസ് ഈസ് കോർണിയ. ഓൺലി റിഫ്രാക്റ്റീവ് സർഫസ് എന്തായിരിക്കും? കോർണിയ ആയിരിക്കും. അപ്പോൾ കോർണിയൻ്റെ പവറാണ്, ടോട്ടൽ പവറാണ് 43 ഡയോപ്റ്റർ. റെറ്റിനൽ ഇമേജ് സൈസ് ഈസ് അൺകറക്റ്റഡ് ഹൈപ്പർമെട്രോപ്പിക് ഐ ഈസ്. റെറ്റിനൽ ഇമേജ് സൈസ് ഇൻ അൺകറക്റ്റഡ് ഹൈപ്പർമെട്രോപ്പിക് ഐ ഈസ് സ്മോൾ ആണ് കേട്ടോ. അൺകറക്റ്റഡ് ഹൈപ്പർമെട്രോപ്പിക് ഐയിൽ റെറ്റിനൽ ഇമേജ് സ്മോൾ ആയിരിക്കും. സിൻസ് ഹൈപ്പറോപ്പിക് ഐ ഈസ് സ്മോൾ, റെറ്റിന ഈസ് ക്ലോസ് ടു നോഡൽ പോയിൻറ്റ്. അപ്പോൾ ഇമേജ് എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും. നമ്മൾ മയോപ്പിക്കിൻ്റെ കേസിൽ ബിഗർ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ.
ഇനി പവർ ഓഫ് ലെൻസ് വിത്ത് 10 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെങ്ത്ത്. 10 സെൻറ്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ആണെങ്കിൽ പവർ 10 ഡയോപ്റ്റർ ആയിരിക്കും. D = 1/f ആണ്. ബട്ട് എഫ് എപ്പോഴും മീറ്ററിലായിരിക്കണം. ഓക്കെ, എഫ് എപ്പോഴും മീറ്ററിലായിരിക്കണം. അങ്ങനെ ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ചില സമയത്ത് നമ്മുടെ ഫോക്കൽ ലെങ്ത് ഇവിടെയും നമുക്ക് സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. നമ്മൾ മീറ്ററിൽ എഴുതിയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുകയുള്ളൂ. ഓക്കെ, വാട്ടർ സിൽക്ക് അപ്പിയറൻസ് ഇൻ റെറ്റിന ഈസ് സീൻ ഇൻ. ഓക്കെ, വാട്ടർ സിൽക്ക് അപ്പിയറൻസ് ഇൻ റെറ്റിന ഈസ് സീൻ ഇൻ ഹൈപ്പർമെട്രോപ്പിയാണ്. ഹൈപ്പർമെട്രോപ്പിയാണ്. ലെൻസ് വിത്ത് ലോങ് ഫോക്കൽ ലെങ്ത് ഈസ്. ലെൻസ് വിത്ത് ലോങ് ഫോക്കൽ ലെങ്ത് ഈസ് തിൻ ആയിരിക്കും, നോട്ട് സ്ട്രോങ്ലി കേർവ്ഡ് ആയിരിക്കും. അപ്പോൾ ലെൻസ് വിത്ത് ലോങ് ഫോക്കൽ ലെങ്ത് ആണ്, തിൻ ആയിരിക്കും, അതുപോലെ തന്നെ നോട്ട് സ്ട്രോങ്ലി കർവ്ഡ് ആയിരിക്കും. സോ ബോത്ത് ബി ആൻഡ് സി ആണ് കറക്റ്റ്. ടെസ്റ്റ് നോട്ട് യൂസ്ഡ് ഇൻ അസ്റ്റിഗ്മാറ്റിസം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ബഗോലിനി സ്ട്രൈറ്റഡ് ഗ്ലാസസ് ആണ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ occur when a ray of light passes from denser medium to rarer medium. എന്താണ് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്കാണ് കേട്ടോ. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലോട്ട് പോകുമ്പോൾ മാത്രമേ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കുകയുള്ളൂ. പിന്നെ സ്റ്റൈൽസ് ക്രാഫോർഡ് എഫക്റ്റ് ഈസ് മോർ സെൻസിറ്റിവിറ്റി ഓഫ് ദ റെറ്റിന to perpendicular rays than the oblique rays. എന്താണ് സ്റ്റൈൽസ് ക്രാഫോർഡ് എഫക്റ്റ് ഈസ് മോർ സെൻസിറ്റീവ് ഓഫ് ദ റെറ്റിന ടു പെർപെൻഡിക്കുലർ റേസ് ദാൻ ദ ഒബ്ലിക് റേസ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ വരുന്നുള്ളത് എ ആണ്. സോ സ്റ്റൈൽസ് ക്രാഫോർഡ് എഫക്റ്റ് ഈസ് എ നാച്ചുറൽ മെക്കാനിസം ടു റിഡ്യൂസ് ഒപ്റ്റിക്കൽ അബറേഷൻസ് ഇൻ ഹ്യൂമൻ ഐ. അപ്പോൾ നമ്മുടെ എന്താണ് ഹ്യൂമൻ ഐയിൽ ഉണ്ടാവുന്നുള്ള ഒപ്റ്റിക്കൽ അബറേഷൻസ് റിഡ്യൂസ് ചെയ്യാനുള്ള ഒരു നാച്ചുറൽ ഫിനോമിനനാണ് സ്റ്റൈൽസ് ക്രാഫോർഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതർ മെക്കാനിസംസും ഉണ്ട്. എന്താണ് നമ്മുടെ ഒപ്റ്റിക്കൽ അബറേഷൻസ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുള്ള മറ്റ് മെക്കാനിസംസ് നോക്കുകയാണെങ്കിൽ കട്ടിംഗ് ഓഫ് ദ പെരിഫറൽ റേസ് ബൈ ഐറിസ്. എന്താണ് കട്ടിംഗ് ഓഫ് ദ പെരിഫറൽ റേസ് ബൈ ദ ഐറിസ്. മറ്റൊന്നാണ് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ന്യൂക്ലിയസ് ഓഫ് ദ ലെൻസ് ദാൻ ദാറ്റ് ഓഫ് ദ കോർട്ടെക്സ്. എന്താണ് ഹൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ന്യൂക്ലിയസ് ഓഫ് ദ ലെൻസ് ദാൻ ദാറ്റ് ഓഫ് ദ കോർട്ടെക്സ് വരും. പിന്നെ ലോ സെൻസിറ്റിവിറ്റി ഓഫ് ദ പെരിഫറൽ റെറ്റിന വരും. ഓവൽ ഷേപ്പ് ഓഫ് ദ ഐബോൾ. ഇത്രയും കാര്യങ്ങളാണ് നാച്ചുറൽ മെക്കാനിസത്തിൽ വരുന്നുള്ളത്. ഒപ്റ്റിക്കൽ അബറേഷൻസ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റ് നാച്ചുറൽ മെക്കാനിസംസ് ഇതൊക്കെയാണ്. നമ്മൾ 100ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഇന്ന് 50 ക്വസ്റ്റ്യൻസ് 100ാമത്തെ ക്വസ്റ്റ്യൻ എത്തുമ്പോൾ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അനൈസോമെട്രോപ്പിയ അപ് ടു ഹൗ മച്ച് ഡയോപ്റ്റേഴ്സ് ഈസ് വെൽ ടോളറേറ്റഡ്. എന്താണ് അനൈസോമെട്രിയ നമ്മൾ പറഞ്ഞിരുന്നു തോന്നുന്നു അല്ലേ. അനൈസോമെട്രോപ്പിയ അപ് ടു ഹൗ മച്ച് ഡയോപ്റ്റേഴ്സ് ഈസ് വെൽ ടോളറേറ്റഡ്. നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2.5 ഡയോപ്റ്റർ ആണ്. ഇതെവിടെ പറയുന്നില്ലേ 0.5 ഡയോപ്റ്റർ ആണെങ്കിൽ അവിടെ പവർ കോസ് ചെയ്യുന്നുള്ളത് 1% ഡിഫറൻസ് ആണ്. അത് നമ്മുടെ ബ്രെയിനിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. അപ് ടു 5% നമ്മുടെ ബ്രെയിനിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതലാകുമ്പോഴാണ് ഡിപ്ലോപ്പിയ കോസ് ചെയ്യുന്നുള്ളത്. ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. സോ താങ്ക് യു, ബൈ.